ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ കറി ഉണ്ടെങ്കിൽ ചോറ് പെട്ടെന്ന് കാലിയാവും, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിന്ന് നമുക്ക് മീനൊന്നും കൊണ്ടുവന്നില്ല ഇന്ന്, അതുകൊണ്ട് വീട്ടിലുള്ള ഒരു ഇത് ചക്കക്കുരു മാങ്ങയൊക്കെ വെച്ചൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അത് നിങ്ങൾക്കൂടെ ഞാൻ ഷെയർ ചെയ്യണം. അതിനായിട്ട് കുറച്ച് ചക്കക്കുരുവും 2 മാങ്ങയും 2 പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ബ്രൗൺ കളറിലെ സ്കിന്ന് തൊലി കളയണ്ട, കുറച്ച് കളഞ്ഞാൽ മതി. അതുപോലെ ചെറുതായിട്ട് നുറുക്കി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 5-6 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് 2 കപ്പ് വെള്ളം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് 5-6 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് കുക്കറിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് 5-6 വിസിൽ, അത് കൂടുതൽ കേട്ടാലും കുഴപ്പമില്ല, നല്ല വെന്ത് ഉടയണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിതൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്, മൺചട്ടിയിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നേ കാണിച്ചിട്ടുണ്ടെങ്കിൽ 2 മാങ്ങ ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ആ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 4-5 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അത്യാവശ്യത്തിന് വേണ്ടി അരയാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ആ സമയത്ത് നമ്മൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ചുകൊണ്ടുവന്ന് അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വീണ്ടും വീണ്ടും നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും, അത്ര ടേസ്റ്റിയാണ്. മീൻകറിയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും. ഇത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് അതിനെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് അല്പം കുറവുണ്ടായിരുന്നു, ഞാൻ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഞാൻ കടുക് വറുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടെ ഇട്ട് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം നമുക്ക്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 2 ഉണക്കമുളക് കൂടെ ഞാൻ ഇത് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂക്കം വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറിക്ക് കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതേപോലെ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്ത് ടേസ്റ്റുള്ള കറിയാണെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ കോവിഡ് സമയത്തൊക്കെ ഈ കറിയായിരുന്നല്ലോ എല്ലാവർക്കും, മീനൊന്നും കിട്ടായിരുന്നു. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു. മിക്കവാർക്കും അറിയാൻ വയ്യാത്തവർക്കാണ് ഇത് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് കടുക് ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷമാണ് തുറക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. ചോറ് പെട്ടെന്ന് കാലിയാവും ഈ കറിയും കൂട്ടി ചോറ് കഴിച്ചാൽ. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതെങ്കിൽ ലൈക്ക് കൂടെ തരിക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.